അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരിച്ചറിവിൽ ഇതിലെ ക്യാപ്ഷനിൽ കൊടുത്ത പോലെ തന്നെ എന്താണ് അല്ലാഹു അക്ബർ, എന്തിനാണ് അല്ലാഹു അക്ബർ, എങ്ങനെയാണ് അല്ലാഹു അക്ബർ, ഇത് പറയാനുള്ള മോട്ടിവേഷൻ നമസ്കാരത്തെക്കുറിച്ച് ഒന്ന് കൂടുതൽ പഠിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മൾ അല്ലാഹു അക്ബറും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം, ഒരു 4 റക്അത്തുള്ള നമസ്കാരത്തിൽ ഒരു 20-ലധികം തവണ നമ്മൾ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്. പിന്നെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ ബാങ്കിന് ഉത്തരം ചെയ്യുമ്പോൾ അങ്ങനെ പല സമയത്തും നമ്മൾ അല്ലാഹു അക്ബർ പറയാറുണ്ട്. സത്യത്തിൽ ഈ അല്ലാഹു അക്ബർ എന്നുള്ളൊരു ഒരു കമ്പാരിറ്റീവ് ഫോമിലുള്ളൊരു വാചക ഘടനയാണ്. ഉദാഹരണത്തിന്, മുഹമ്മദിനേക്കാൾ വലിയവനാണ് അഹമ്മദ് എന്നുള്ളത് പറയുന്ന പോലെ. അപ്പോൾ അല്ലാഹു അക്ബർ എന്തിനേക്കാൾ അല്ലാഹു അക്ബർ? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ പറയുന്ന നാവ് കൊണ്ട് പറയുന്ന കാര്യം ഹൃദയം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉദാഹരണത്തിന്, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ മനസ്സിൽ കൂടി ചില കാര്യങ്ങൾ ഈ അല്ലാഹു അക്ബർ പറയുമ്പോൾ കടന്നു പോയാൽ നമുക്ക് കുറച്ചുകൂടി ഇഖ്ലാസും ഈമാനൊക്കെ വർദ്ധിക്കാൻ കാരണമാകും. ഉദാഹരണത്തിന്, ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു എന്തിനേക്കാൾ അക്ബറാണ് അയാൾക്ക്? അയാളുടെ വ്യക്തിപരമായ കാര്യത്തിന്, അയാളുടെ ഭാര്യയേക്കാൾ, അയാളുടെ മക്കളേക്കാൾ, അയാളുടെ സമ്പത്തിനേക്കാൾ, അയാളുടെ ജോലിയേക്കാൾ, അയാളുടെ ബിസിനസ്സിനേക്കാൾ, അയാളെ ചൂഴ്ന്നു നിൽക്കുന്ന എല്ലാറ്റിനേക്കാളും വലുത് അയാൾക്ക് അള്ളാഹുവാണ്. അതാണ് അല്ലാഹു അക്ബർ. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളൊരു ഇരട്ടത്താപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഈ അല്ലാഹു അക്ബർ പറയുന്ന ഒരാൾ അതും പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അയാളുടെ ജീവിതത്തിലുള്ള അയാളെ സംസ്കാര എന്ന് തുടങ്ങിയ അയാളുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖലയിലായാലും കുടുംബങ്ങളോടായാലും സുഹൃത്തുക്കളോടായാലും ഏത് മേഖലയിലായാലും അയാൾക്ക് അക്ബർ അള്ളാഹു ആയിരിക്കണം. അതായത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അയാളിൽ ഉണ്ടാവാൻ പാടില്ല. അയാൾ ഏത് രംഗത്തായാലും, പ്രൈവറ്റ് ലൈഫിലും പബ്ലിക് ലൈഫിലും. അത് നമ്മൾ മനസ്സിലൊന്ന് ഉൾക്കൊണ്ടാൽ നല്ലൊരു ഫീല് നമുക്ക് വരും. ഇനി ഇതിൻ്റെ നമസ്കാരത്തിലേക്ക് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ രംഗം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത്, നമ്മൾ ഇപ്പോൾ ഹജ്ജിൽ ഇഹ്റാം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ പിന്നീട് ഹറാമാകുന്നു. നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുവരെ നമ്മൾ നടത്തിയ മറ്റുള്ളവരോട് സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്, ഭക്ഷണം കഴിക്കല്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമസ്കാരത്തിൽ ഹറാമായി തീരുകയാണ്. ഇത് നമസ്കാരം എന്ന അനുഷ്ഠാന ഇതിൽ മാത്രമേ ഉള്ളൂ. സക്കാത്തിലായാലും പിന്നെ ഹജ്ജിലായാലും തവാഫിലായാലും നോമ്പൂക്കുന്നതിനായാലും ആ അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റു പലരോട് സംസാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അതിൻ്റെ വിഷ്വലായിട്ടൊന്ന് വന്നാൽ അല്ലാഹു അക്ബർ നിൽക്കുന്ന നമ്മളെന്താ ചെയ്യുക? നമ്മൾ സാധാരണ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പുറംകാലം കൊണ്ട് ചവിട്ടി തെറിപ്പിക്കാന്ന് പറയില്ലേ, അതുപോലെ കൈയിൻ്റെ പുറം കൈ കൊണ്ട് നമ്മളെ ഈ ലോകവും ഈ ഭൗതിക ലോകവും നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തട്ടിത്തെറിപ്പിച്ച് പിന്നെ ഒരു സെക്കൻഡ് നമ്മൾ സറണ്ടർ ഫോമിലാണ് നിൽക്കുന്നത്. നമ്മൾ ഹാൻഡ്സ് അപ്പ് മോഡ്. അതായത് നമ്മുടെ നിസ്സഹായത, നമ്മുടെ നിസ്സാരത, അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള നിസ്സഹായത ബോധ്യപ്പെട്ട് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുകയാണ്. പിന്നീട് റുക്കൂലായാലും സുജൂദിലായാലും അങ്ങേയറ്റത്തെ വിധേയത്തിൻ്റെയും വിനയത്തിൻ്റെയും താഴ്മയുടെയും എളിമയുടെയും അടിമത്തത്തിൻ്റെ എല്ലാം പ്രതീകമാണ് പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എത്ര മനോഹരം! തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.